നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആത്മവിശ്വാസമെന്ന് ഫ്രാൻസിസ് ജോർജ് പത്രികാ സമർപ്പണം സമാപിച്ചു. മണർകാട് ഐരേറ്റ് നടയിൽ മാലിന്യം തള്ളൽ രൂക്ഷം. തരിശുപാടത്തേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നത് സ്ഥിരം സംഭവമായി മാറി. നടപടിയെടുക്കാതെ അധികൃതർ. ജനരോഷം ശക്തം. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് SCCC. കോട്ടയം തിരുനക്കരയിൽ ജില്ലാതല സമര കൺവെൻഷൻ. വാർത്തകൾ വിശദമായി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കോട്ടയത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി K. ഫ്രാൻസിസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി ആസ്ഥാനത്തു നിന്നും വാദ്യമേളങ്ങളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് പത്രികാ സമർപ്പണത്തിനായി ഫ്രാൻസിസ് ജോർജ് എത്തിയത്. വരണാധികാരി കോട്ടയം ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 3 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അസീസ് ബെഡായി എന്നിവർക്കൊപ്പമാണ് ഫ്രാൻസിസ് ജോർജ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് ഐരേറ്റ് നടയിൽ സ്ഥിരമായി മാലിന്യം തള്ളുന്നു. ഐരേറ്റ് നട പാലത്തിൽ നിന്നും തരിശുപാടത്തേക്കാണ് ശുചിമുറി മാലിന്യം സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നത്. പ്രദേശത്ത് നിറഞ്ഞ ദുർഗന്ധം മൂലം വിഷമിക്കുകയാണ് നാട്ടുകാർ. മണർകാട് ഐരേറ്റ് നടയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ജനരോഷം ശക്തമാകുന്നു. ഐരേറ്റ് നട പാലത്തിൽ നിന്നും തരിശുപാടത്തേക്ക് രാത്രിയിൽ ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നത്. പഞ്ചായത്തിനും പോലീസിനും നാട്ടുകാർ പരാതി നൽകിയിട്ടും ഇതിനെതിരെ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ദുർഗന്ധം കാരണം യാത്രക്കാരും സമീപവാസികളും പൊറുതിമുട്ടിയ അവസ്ഥയാണുള്ളത്. കന്നുകാലികൾക്കുള്ള തീറ്റപ്പുല്ല് ശേഖരിക്കുന്നതിനായി സമീപവാസികൾ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിലെ നടക്കാനോ കാലികളെ പാടത്തേക്ക് ഇറക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് പശുവിനെ തീറ്റാനോ പുറത്തോട്ടിറങ്ങാനോ ഈ ഇതിലെ കൂടെ പഞ്ചായത്തിൻ്റെ നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ കൊണ്ട് വേസ്റ്റ് മാലിന്യം തള്ളുന്നതിനാൽ ഞങ്ങൾക്ക് അങ്ങേപ്പുറത്തോട്ട് പോകാനും പറ്റുന്നില്ല. പശുവിനെ തീറ്റാനോ ഒന്നും അല്ല, അങ്ങോട്ട് നടക്കാനോ ഒന്നും മേലാത്തൊരു സാഹചര്യമാണ്. ഭയങ്കര സ്മെല്ലാണ് ഇതിന്. ഞങ്ങൾക്ക് ഈ അയൽവാസികൾക്ക് ഇത് കൊണ്ട് ഭയങ്കര സ്മെല്ലും ബുദ്ധിമുട്ടുമാണ്. വലിയ റോഡേ പോകുന്നവർക്ക്, KK റോഡേ പോകുന്നവർക്ക് വരെ, വാഹനത്തെ പോകുന്നവർക്കോ നടന്നേ പോകുന്നവർക്കോ ഒക്കെ യാത്രയ്ക്ക് അസൗകര്യമാണ് ഈ സ്മെല്ല് കാരണം. അതുകൊണ്ട് ഇത് എത്രയും പിടിയുന്ന ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പഞ്ചായത്തുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇന്ന് വരെ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്നതിനായി നാട്ടുകാർ രാത്രി 1 മണി വരെ പല ദിവസങ്ങളിലും ഇരുന്നിട്ടും ഫലം ഉണ്ടായിട്ടില്ല. മഴയെത്തുന്നതോടെ പാലത്തിന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് മാലിന്യം ഒഴുകുകയും കിണറുകളും തോടുകളും ഉൾപ്പെടെ മലിനപ്പെടുകയും ചെയ്യുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. 3 മാസത്തോളമായി ഈ മാലിന്യം തള്ളൽ തുടങ്ങിയിട്ട്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്നത് ഇപ്പോൾ വാഗ്ദാനമായി മാത്രം നിലനിൽക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യവുമായി SCCC. ഈ ആവശ്യം ഉന്നയിച്ച് കോട്ടയം തിരുനക്കരയിൽ ജില്ലാതല സമര കൺവെൻഷൻ നടന്നു. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യവുമായി സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ഈ ആവശ്യം ഉന്നയിച്ച് തിരുനക്കര മൈതാനിയിൽ ജില്ലാതല സമര കൺവെൻഷൻ നടത്തി. സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് സംസ്ഥാന ജനറൽ കൺവീനർ പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 2023-24 വർഷത്തെ വാർഷിക പദ്ധതി നിർവഹണത്തിൽ മുനിസിപ്പൽ തലത്തിൽ കോട്ടയം ജില്ലയിൽ പാലാ നഗരസഭ ഒന്നാമതെത്തി. നഗരസഭാ കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇതിന് പിന്നിലെന്ന് ചെയർമാൻ ഷാജു തുരുത്തൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് എന്നിവർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾ ഡീസൽ കുടിശ്ശികയായതോടെ സർവീസ് അവസാനിപ്പിച്ചു. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുത്തത്. പണം കുടിശ്ശികയായതോടെ ടാക്സി ഡ്രൈവർമാർ പ്രതിസന്ധിയിലായി. കുടിശ്ശിക പണം എന്ന് നൽകുമെന്ന കാര്യത്തിൽ അധികൃതരും ഉറപ്പ് പറയുന്നില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു.
തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് വാഹനങ്ങളാണ് ഡീസൽ കുടിശ്ശികയെ തുടർന്ന് ഓട്ടം നിർത്തിയത്. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നിർദ്ദേശാനുസരണം ടാക്സി വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി സറണ്ടർ ചെയ്തത്. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഡീസലിന് പണം അനുവദിച്ചു കിട്ടിയില്ല. മുൻകാലങ്ങളിൽ 10 ദിവസത്തേക്ക് മാത്രമേ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കായി വാഹനം കസ്റ്റഡിയിൽ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. ദിവസേന രാവിലെ 6 മുതൽ 2 വരെയും 2 മുതൽ 10 വരെയുമാണ് സർവീസ് നടത്തേണ്ടത്. 2000-ഓളം രൂപയുടെ ഡീസലും ദിവസേന ചിലവാകുന്നുണ്ട്. 15,000 മുതൽ 22,000 രൂപ വരെ ഡ്രൈവർമാർക്ക് നാളിതുവരെ ചിലവുണ്ട്. പണം ചോദിക്കുമ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ടാക്സി വാഹനങ്ങൾക്ക് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നുള്ള മറുപടിയാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. കയ്യിരിക്കുന്ന പൈസ മുടക്കി 15,000 രൂപ മുതൽ ഒരു 20-21 രൂപ വരെയും ഇപ്പൊ നിലവിൽ ഓരോരുത്തർ വണ്ടിക്കാർ, അതായത് ഇതിനകത്ത് 4 വണ്ടി കടുത്തുരുത്തിക്ക് അവിടുന്ന്. അപ്പൊ അവർക്ക് ഒരു 15,000 രൂപയ്ക്ക് മുകളിൽ 20,000 രൂപ 21,000 രൂപയോളം അവർ ഡീസൽ അടിച്ചു. ഞങ്ങൾ വേണ്ട 10-15,000 രൂപയ്ക്ക് അടുത്ത് ഈ പാലായിൽ ഓടുന്ന വണ്ടിക്കാരും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ ഞങ്ങൾ കയ്യിൽ നിന്ന് മുടക്കി ഈ വണ്ടി ഓടി. എന്നിട്ട് ഇവരോട് സാർമാരോട് ഈ അഡ്വാൻസ് പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ അവർ ഓരോ ദിവസം അടുത്ത ആഴ്ചത്തേക്കാവും അല്ല അടുത്ത ദിവസത്തേക്കാവും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും പൈസയൊന്നും ആകുന്നില്ല, ഒന്നും അതിനൊരു തീരുമാനമാകുന്നില്ല. ഇപ്പോൾ കളക്ടറേറ്റിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കാശ് ഇവർ പറഞ്ഞ് ഇപ്പോൾ ഒരു 4-4.5 രൂപ എങ്ങാണ്ട് അനുവദിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുമുണ്ട്. അപ്പം ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഓടുന്ന പോലെ തന്നെ ഡീസൽ അടിച്ച് വേണ്ട ഞങ്ങളെ വണ്ടി ഓടാനായിട്ട്. വാഹനങ്ങൾ അധികൃതരുടെ നിയന്ത്രണത്തിലായതിനാൽ മറ്റു ഓട്ടങ്ങൾക്ക് പോകാനും കഴിയില്ല. ചിലർ കരുതൽ ധനം ഉപയോഗിച്ചും മറ്റു ചിലർ പമ്പുകളിൽ നിന്ന് കടം പറഞ്ഞുമാണ് ഇന്ധനം നിറയ്ക്കുന്നത്. വരുമാനമില്ലാതായതോടെ വാഹനങ്ങളുടെ CC അടവും മറ്റ് ലോൺ തിരിച്ചടവുകളും മുടങ്ങി. കുടുംബ ബജറ്റും താളം തെറ്റി. ഈ നിലയിൽ മുൻപോട്ട് പോകാൻ കഴിയാതെയായതോടെയാണ് ഡ്രൈവർമാർ ഓട്ടം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ തവണ 3,500 രൂപ അഡ്വാൻസ് ലഭിച്ചിരുന്നു. 2 റവന്യൂ ഉദ്യോഗസ്ഥർ, ഒരു ടീം ലീഡർ, വീഡിയോഗ്രാഫർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയതാണ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്. പാലാ, കടുത്തുരുത്തി അസംബ്ലി മണ്ഡലങ്ങളിലായി ഇവർ സർവീസ് നടത്തേണ്ടത്. പണം അനുവദിക്കാതെ സർവീസ് നടത്തുകയില്ലെന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന് ശേഷമാണ് സർവീസ് അവസാനിപ്പിച്ചത്. കുടിശ്ശിക എന്ന് തീർക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ പുനരാരംഭിക്കാൻ തയ്യാറാണെന്നും ഡ്രൈവർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ലയൺസ് ക്ലബിന്റെ 1 വർഷമായി തുടർന്നു വരുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ തിങ്കളാഴ്ച സമാപിക്കും. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. 50 വർഷം പൂർത്തിയായ പാലാ ലയൺസ് ക്ലബിന്റെ കഴിഞ്ഞ 1 വർഷമായി നടന്നുവരുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപനത്തിലേക്ക്. ഈ മാസം 8-ന് വൈകിട്ട് 5:30-ന് നെല്ലിയാനി ലയൺസ് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കുട്ടിച്ചൻ പഞ്ഞിക്കുന്നിൽ പറഞ്ഞു. പാലാ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ടോമി മങ്കുട്ടം അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ക്ലബ് അംഗം കൂടിയായ മാണി സി കാപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും. പാലാ ലയൺസ് ക്ലബ്ബ് സ്ഥാപിതമായിട്ട് 50 വർഷം പൂർത്തിയാകുകയാണ്. 1 വർഷം നീണ്ടു നിന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട മന്ത്രി DN വാസവനാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ വരുന്ന തിങ്കളാഴ്ച 8-ാം തീയതി, ഏപ്രിൽ മാസം 8-ാം തീയതി അതിൻ്റെ സമാപനം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 50 വർഷം പാലായിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറ സാന്നിധ്യമായിരുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോ കോശി, മുൻ ഗവർണർമാരായ ഡോക്ടർ ജോർജ് മാത്യു, മാഗി ജോസ് മേനാമ്പറമ്പിൽ, മുൻ MP വക്കച്ചൻ മറ്റത്തിൽ എന്നിവർ പങ്കെടുക്കും. ക്ലബിൽ 50 വർഷം പൂർത്തിയാവുന്ന ലയൺ അംഗങ്ങളായ വക്കച്ചൻ മറ്റത്തിൽ, കുട്ടിച്ചൻ മഞ്ഞിക്കുന്നേൽ, ദേവസ്യാച്ചൻ തോട്ടുങ്ങൽ എന്നിവരെയും മുൻ ഗവർണർമാരായ ഡോക്ടർ ജോർജ് മാത്യു, മാഗി ജോസ് മേനാമ്പറമ്പിൽ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. 31 അംഗങ്ങളോടെ 1974-ലായിരുന്നു പാലാ ലയൺസ് ക്ലബ്ബ് ആരംഭിച്ചത്. അന്ന് കോട്ടയം ജില്ലയിൽ തന്നെ 2 ക്ലബ്ബുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യ പ്രസിഡന്റ് KJ എബ്രഹാം കള്ളിവയലിലും സെക്രട്ടറി ജെയിംസ് ചെറിയ മരുതുകുന്നേലുമായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ദേവസ്യാച്ചൻ തോട്ടുങ്കൽ, ജോജി മൂഴയിൽ, മാത്യു കൊക്കാട്, ജോമൻ കുറ്റിയങ്കൽ, കുര്യൻ ജോസഫ് ഫേലാക്കുന്നേൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നത്ത് ജോസ് ഗോൾഡ് ജ്വല്ലേഴ്സ് ഉദ്ഘാടനം ചെയ്തു.
നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത പവിത്ര മോഹൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നത്ത് ജോസ് ഗോൾഡിന്റെ പുതിയ ജുവലറി തുറന്നു. തകടിയൽ ബിൽഡിംഗിലാണ് സ്ഥാപനം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പവിത്ര മോഹൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഭദ്രദീപം തെളിയിച്ചു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VP റജി, ചിറക്കടവ് പഞ്ചായത്ത് അംഗം ഷാക്കി സജീവ്, മാനേജിംഗ് ഡയറക്ടർ ബാബു M ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടക പവിത്ര മോഹന് 2 പവൻ സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി. കൂടാതെ 8 ഭാഗ്യശാലികൾക്ക് പ്രോത്സാഹന സമ്മാനമായി 1/2 പവൻ വീതമുള്ള സ്വർണ്ണ നാണയങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം ടൗണിൽ പ്രവർത്തിച്ചിരുന്ന വുഡ് പാലസ് പുതിയ ഷോറൂമിലേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങി. KVMS ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂം ഫാമിലി കൗൺസിലർ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ വെഞ്ചരിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, മാനേജിംഗ് ഡയറക്ടർ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്: MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് താൽക്കാലിക തസ്തികയിൽ 1 വർഷത്തേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. LC, AI, EWS സംവരണ വിഭാഗങ്ങളിലെ 1 വീതം ഒഴിവുകളിലേക്കാണ് നിയമനം. പ്രായപരിധി 36 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഏപ്രിൽ 30 വരെ പ്രവേശനം നേടാം. കോഴ്സിന് അടിസ്ഥാന കോഴ്സ്, അഡ്വാൻസ് കോഴ്സ് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ നേടേണ്ട മലയാള ഭാഷ പഠനശേഷികൾ സ്വായത്തമാക്കാൻ പര്യാപ്തമായ രീതിയിലുള്ളതാണ് കോഴ്സ്. 6 മാസത്തെ അടിസ്ഥാന കോഴ്സിന് 3500 രൂപയാണ് ഫീസ്. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7025 821315. ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2024-25 അധ്യയന വർഷത്തെ 4-6 ക്ലാസുകളിലേക്ക് 2024 ജനുവരി 20, ഫെബ്രുവരി 10 തീയതികളിൽ നടന്ന പ്രവേശന പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ഫലം അറിയാൻ www.navodaya.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആത്മവിശ്വാസമെന്ന് ഫ്രാൻസിസ് ജോർജ് പത്രികാ സമർപ്പണം സമാപിച്ചു. മണർകാട് ഐരേറ്റുനടയിൽ മാലിന്യം തള്ളൽ രൂക്ഷം. തരിശുപാടത്തേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നത് സ്ഥിരം സംഭവമായി മാറി. നടപടിയെടുക്കാതെ അധികൃതർ. ജനരോഷം ശക്തം. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് SCCC. കോട്ടയം തിരുനക്കരയിൽ ജില്ലാതല സമര കൺവെൻഷൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.